ഹലോ എവരിവൺ, എല്ലാവർക്കും അറബിക് ഹില്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഗ്രാമർ സീരീസ് സ്റ്റാർട്ട് ചെയ്ത വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ഗ്രാമർ സീരീസിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ് നമ്മളിന്നിവിടെ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഈ ക്ലാസ് എല്ലാവരും കേൾക്കുക, സംശയങ്ങളൊക്കെ എന്താക്കുക കമൻറ്റിലൂടെ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഗ്രാമർ സീരീസ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ സ്പോക്കൺ അറബിക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്രാമർ സീരീസിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് അൽ ജുംലത്തുൽ മുഫീദ എന്നുള്ളതാണ്. ആദ്യം ഈ ഒരു ജുംലത്തുൽ മുഫീദ ഉള്ളത് എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് ഒരു സെൻറ്റൻസ്, ആ സെൻറ്റൻസ് ഒരു പൂർണ്ണ അർത്ഥം തരുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ജുംലത്തുൽ മുഫീദ എന്ന് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, അവൻ തിന്നുകയാണ്, അല്ലെങ്കിൽ അവൻ കുടിക്കുകയാണ്, അവൻ കളിക്കുകയാണ്, അവൻ സുന്ദരനാണ്. ഈ സെൻറ്റൻസ് നിങ്ങൾ നോക്കി, ഇതൊക്കെ എന്താണ്, നമുക്കൊരു പൂർണ്ണ അർത്ഥം കിട്ടുന്നുണ്ട് അല്ലേ. ഇനി ഞാൻ കുറച്ച് എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഈ നോക്കി, ദ പ്ലേസ് ഈസ്, ആ പ്ലേസ് ആണ്, ആ സ്ഥലം ആണ്, എന്താണ്, അതിന് നമുക്കൊരു പൂർണ്ണ അർത്ഥം കിട്ടണില്ലല്ലോ. അപ്പോൾ അതിന് നമുക്ക് ജുംല മുഫീദ എന്ന് പറയാൻ പറ്റില്ല. ഇനി വേറെ എക്സാമ്പിൾ, ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കി, ദാറ്റ് വാസ് എ, അതൊരു. ഈ അതൊരു എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഫുൾ അർത്ഥം നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. അതൊരു എന്താകാം, അതൊരു വീടാകാം, അതൊരു പെരാകാം, അല്ലെങ്കിൽ അതൊരു സ്കൂളാകാം, അതൊരു കോളേജാകാം, അങ്ങനെ പല രീതിയിലാകാം. പക്ഷേ അതൊരു, ആ ഒരു പൂർണ്ണ അർത്ഥം നമുക്ക് കിട്ടണില്ല. ഇനി വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. എ വണ്ടർഫുൾ, ഒരു ഭംഗിയുള്ള എന്ത്, ഒരു ഭംഗിയുള്ള എന്ത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇതിൽ നിന്നൊന്നും നമുക്ക് എന്ത് കിട്ടണില്ല, ഒരു പൂർണ്ണ അർത്ഥം കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു 3 സെൻറ്റൻസിന്, ഇത് പ്ലേസ് ഈസ്, ദാറ്റ് വാസ് എ വണ്ടർഫുൾ, ഇത് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ജുംല മുഫീദ എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് നമുക്കൊരു കംപ്ലീറ്റ് അർത്ഥം നമുക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ നമുക്കതിന് ജുംല മുഫീദ എന്ന് പറയാൻ പറ്റില്ല. കംപ്ലീറ്റ് അർത്ഥം കിട്ടുന്നതിനെ മാത്രമേ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുള്ളൂ, ഈ ഒരു ജുംലത്തുൽ മുഫീദ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കി, ഹുവ തോലിബുൻ, ഹി ഈസ് എ സ്റ്റുഡൻറ്റ്, അവനൊരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഹുവ തോലിബ് എന്നുള്ള അവനൊരു വിദ്യാർത്ഥിയാണ്, ആ ഒരു പൂർണ്ണ അർത്ഥം നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, അവനൊരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഈ ഒരു ജുംലയെ നമുക്ക് എന്ത് പറയാം, ജുംലത്തുൽ മുഫീദ എന്ന് പറയാം. അപ്പോൾ ഇതിൽ വരുന്ന ന്യൂ വേർഡ്സൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ അവസാനം നമുക്കൊരു ന്യൂ വേർഡ്സ് എന്നുള്ളൊരു സെക്ഷൻ വരുന്നുണ്ട്. അതിൽ നമുക്ക് ഈ വേർഡ്സുകളൊക്കെ പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഓരോന്നും നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഹി ഈസ് എ സ്റ്റുഡൻറ്റ് എന്നുള്ളത് എന്താണ്, അത് ജുംലത്തുൽ മുഫീദയാണ്. ഇനി വേറൊരു സെൻറ്റൻസ് നോക്കി, ഹിയ മുഹന്ദിസുത്തുൽ, ഷീ ഈസ് ആൻ എഞ്ചിനീയർ, അവളൊരു എഞ്ചിനീയർ ആണെന്ന് പറയുമ്പോൾ അതെന്താ, അതൊരു കംപ്ലീറ്റ് അർത്ഥം നമുക്ക് കിട്ടണ്ടല്ലോ. അവളൊരു എഞ്ചിനീയർ ആണ്, നമുക്കൊരു അർത്ഥം കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എന്തെന്ന് പറയാം, ജുംല മുഫീദ എന്ന് പറയാം. ഇനി വേറെ എക്സാമ്പിൾ, തിൽക്ക ഉമ്മി, അതെൻ്റെ അമ്മയാണ്, അല്ലെങ്കിൽ അതെൻ്റെ ഉമ്മയാണ്, ദാറ്റ് ഈസ് മൈ മദർ. അത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, നമുക്ക് വായിക്കുമ്പോൾ, നമുക്ക് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് മീനിങ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എന്തെന്ന് പറയാം, ജുംലത്തുൽ മുഫീദ എന്ന് പറയാം. ഇനി നിങ്ങൾ ഈ ഒരു ജുംല വായിക്കുക, സൗജത്തി ജമീലത്തുൻ, ഈ ഒരു ജുംലത്തുൽ മുഫീദയാണോ അല്ലേ നിങ്ങളൊന്ന് പറയും. ഒരു 2 സെക്കൻഡ് നിങ്ങളൊന്ന് പൗസ് ചെയ്തിട്ട് ഒന്ന് ചിന്തിക്കുക, എന്നിട്ട് നിങ്ങൾ പറയും ഇത് ജുംലത്തുൽ മുഫീദയാണോ അല്ലേ എന്നുള്ളത്. സൗജത്തി ജമീല എന്ന് പറഞ്ഞാൽ എന്താ, മൈ വൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, എൻ്റെ ഭാര്യ എന്താണ്, ഭംഗിയുള്ളവളാണ്. ഇത് ജുംലത്തുൽ മുഫീദയാണോ അല്ലേ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതെ, ശരിയാണ്, ഇത് ജുംലത്തുൽ മുഫീദയാണ്. കാരണം എൻ്റെ ഭാര്യ സുന്ദരിയാണ്, അതൊരു കംപ്ലീറ്റ് മീനിങ് എന്താവുന്നുണ്ട്, നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ജുംലത്തുൽ മുഫീദയാണ് നമുക്ക് പറയാം. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കി, ഹുവ സ്വദീഖി, ദാറ്റ് ഈസ് മൈ ഫ്രണ്ട്, അതെൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ അതെൻ്റെ കൂട്ടുകാരനാണെന്ന് പറയുമ്പോൾ നമുക്ക് എന്താകുന്നുണ്ട്, കൂടുതൽ പ്രയാസങ്ങളില്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതൊരു പൂർണ്ണാർത്ഥം നൽകുന്ന ഒരു സെൻറ്റൻസ് ആണ് എന്നുള്ളത്. അപ്പോൾ അതിന് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ജുംല മുഫീദ എന്ന് പറയാൻ പറ്റും. ഇനി വേറൊരു എക്സാമ്പിൾ, യഅ്കുലു ത്വാലിബു അത്തുഫാഹത, സ്റ്റുഡൻറ്റ് ഈറ്റ്സ് ആപ്പിൾ, വിദ്യാർത്ഥി എന്താകുന്നു, ആപ്പിൾ കഴിക്കുകയാണ്. അപ്പോൾ ആപ്പിൾ കഴിക്കുന്നു എന്നുള്ളത്, വിദ്യാർത്ഥി ആപ്പിൾ കഴിക്കുന്നു. അപ്പോൾ അത് നമുക്കൊരു പൂർണ്ണാർത്ഥം കിട്ടണില്ലേ, ഉണ്ട്, പൂർണ്ണാർത്ഥം കിട്ടുന്ന ഒരു സെൻറ്റൻസ് ആണത്. അപ്പോൾ അതിന് നമുക്ക് എന്താക്കാം, ജുംല മുഫീദ എന്ന് പറയാം. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ എക്സാമ്പിൾ ഇങ്ങനെ പറയുന്നത് എന്തിനാ വെച്ചാൽ നമ്മുടെ മൈൻഡിൽ അത്രയും തറായിട്ട് നിൽക്കാനാണ് നമ്മളിങ്ങനെ വ്യത്യസ്ത എക്സാമ്പിളുകൾ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ എക്സാമ്പിളുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. സോ ഇനി നമ്മളെ ഈ ഒരു കായികയ്ക്ക് വരണം. അപ്പോൾ നമ്മൾ ജുംല മുഫീദ എന്ന് പറഞ്ഞാൽ എ മീനിങ് ഫുൾ സെൻറ്റൻസ് ഈസ് എ കംപ്ലീറ്റ് സെൻസ് ദാറ്റ് ഗിവ്സ് എ ക്ലിയർ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ മീനിങ് വെൻ വി ഹിയർ ഓർ റീഡ് ഇറ്റ്. ഒരു ജുംല നമ്മൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ അതിനൊരു കംപ്ലീറ്റ് മീനിങ്, ഒരു മൊത്തത്തിലൊരു അർത്ഥം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ഒരു ആശയം നമുക്ക്, പൂർണ്ണമായൊരു ആശയം നമുക്ക് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്തെന്ന് പറയാം, ജുംല മുഫീദ എന്ന് പറയാൻ പറ്റും എന്നുള്ള പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു തിൽക്ക ഉമ്മി, അതെൻ്റെ ഉമ്മയാണ്, അത് നമുക്കൊരു പൂർണ്ണ അർത്ഥം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ജുംല മുഫീദയാണ്.
അപ്പോൾ ജുംല മുഫീദ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു പൂർണ്ണ അർത്ഥം നമുക്ക് വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്തെന്ന് പറയാം, ജുംല മുഫീദ എന്ന് പറയാം. ഇനി നമ്മൾ ഈ ഒരു ഉദാഹരണങ്ങളിലൂടെ നമ്മൾ പഠിച്ച കുറച്ച് ന്യൂ വേർഡ്സുകളാണ്. അപ്പോൾ ഭാഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഒരു വൊക്കാബ്സ് എന്ന് പറയുന്നത്. വൊക്കാബ്സ് ഇല്ലാതെ നമുക്ക് എന്താക്കാൻ പറ്റില്ല, ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അറബി മെച്ചപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഓരോ ചാപ്റ്ററിലും അവസാനം നമുക്ക് എന്തുണ്ടാവും, ഇങ്ങനെ വൊക്കാബ്സിൻ്റെ ആ ഒരു ഉദാഹരണത്തിൽ നമ്മൾ പരാമർശിച്ച വൊക്കാബ്സ് എന്താക്കും നമ്മളിവിടെ കൊടുക്കും. പിന്നെ മാത്രമല്ല നമുക്ക് സെപ്പറേറ്റ് ഇനി ഈ ഒരു ഗ്രാമറിൻ്റെ പോർഷനൊക്കെ കഴിഞ്ഞാൽ സെപ്പറേറ്റ് നമുക്ക് എന്താക്കാം, ഈ ഒരു സ്പോക്കൺ അറബി പഠിക്കുമ്പോൾ വൊക്കാബ്സിൻ്റേതായിട്ടുള്ള ചില വീഡിയോസുകൾ നമുക്ക് എന്താക്കാം അപ്ലോഡ് ചെയ്യാം, ഇമ്പോർട്ടൻസ് ആയ കുറച്ച് വൊക്കാബ്സ്. അപ്പോൾ ഇതിൽ പറഞ്ഞ വൊക്കാബ്സ് നോക്കി, തോലിബൻ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ്, മുഹന്ദിസത്ത് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയർ, സുദീഖ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്, തുഫാഹത്ത് എന്ന് പറഞ്ഞാൽ ആപ്പിൾ, സൗജത്ത് എന്ന് പറഞ്ഞാൽ വൈഫ്. ഇതൊക്കെ നമുക്ക് കുറച്ച് ഒരു സുപരിചിതമായ കുറച്ച് വേർഡ്സുകളാണ്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കാം, നമ്മളെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ വാട്സപ്പിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ കമൻറ്റിലൂടെയും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ജുംലത്തുൽ മുഫീദ എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ താങ്ക് യു.